ഹായ് ഹലോ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2025 റിലീസായിട്ടുള്ള ഒരു ഇന്തോനേഷ്യൻ ഹൊറർ മൂവിയാണ്. മൂവിയുടെ നെയിം ദ ക്യൂൻ ഓഫ് വിച്ച് ക്രാഫ്റ്റ്. അപ്പോൾ നമുക്കൊട്ടും താമസിക്കാതെ നേരെ മൂവിയിലേക്ക് പോവാം. മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ പുത്തി എന്ന പെൺകുട്ടിയെ അവളുടെ അച്ഛൻ രണ്ടാനമ്മയ്ക്കും അവരുടെ മകളായ മീരയ്ക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്നതായിട്ട് കാണിക്കുകയാണ്. ആ സീനോട് വെച്ച് കട്ടായിട്ട് അടുത്ത സീനിൽ കുറേയധികം വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങളാണ് പിന്നെ കാണിക്കുന്നത്. ഇപ്പോൾ മീര വളർന്ന് വലിയ പെൺകുട്ടിയായിരിക്കുകയാണ്. അവളുടെ വിവാഹ ദിവസമാണ്. മീര വളരെ സുന്ദരിയായിട്ട് വധുവായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. അവളുടെ ബ്രൈഡൽ മേക്കപ്പ് ചെയ്യുന്നത് വാർസോ എന്നൊരു ലേഡിയാണ്. വാർസോ സാധാരണ മേക്കപ്പ് ആർട്ടിസ്റ്റ് മാത്രമല്ല, അവർക്ക് ഷാമനിസം, അതായത് ചില താന്ത്രിക ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് അറിവുണ്ട്. വിവാഹ ചടങ്ങിനിടെ ഒരു പ്രത്യേക റിച്വൽ നടത്തുന്നു. മീരയുടെ വരനായ ആര്യോ കാലുകൊണ്ട് ഒരു മുട്ട പൊട്ടിക്കണം. ഈ ചടങ്ങ് നല്ല വിവാഹ ജീവിതത്തിനും ഭാവിയിലെ സന്താന സൗഭാഗ്യത്തിനും നല്ലതാണെന്നാണ് അവിടുത്തെ വിശ്വാസം. ആര്യോ മുട്ട പൊട്ടിക്കുന്നു, പക്ഷേ മുട്ട ചീഞ്ഞതാണ്. ഇത് കണ്ട് എല്ലാവരും ഞെട്ടുന്നു. അവിടെ മുഴുവനും ദുർഗന്ധം നിറയാണ്. ചിലർ ഇതൊരു വലിയ ദുശ്ശകുനമാണെന്ന് പറയുകയാണ്. ആര്യോയുടെ അമ്മയ്ക്കും ഭയമാവുകയാണ്. പക്ഷേ ആര്യോയുടെ അച്ഛൻ ഇതൊന്നും കാര്യമായിട്ട് എടുക്കുന്നില്ല. അത് മുട്ടയുടെ കുഴപ്പമാണെന്ന് പറഞ്ഞിട്ട് അത് തള്ളിക്കളയാണ്. ആര്യോയും അതൊന്നും കാര്യമാക്കുന്നുണ്ടായിരുന്നില്ല. അവൻ മീരയെ നോക്കി ചിരിക്കുകയും പേടിക്കണ്ടെന്ന് പറയുകയും ചെയ്യുന്നു. അങ്ങനെ വിവാഹ ചടങ്ങുകൾ പൂർത്തിയാവുകയാണ്. വിവാഹത്തിന് വന്നിരിക്കുന്ന ഒരു സ്ത്രീ ആര്യോ മീരയെ എവിടെയാണ് പരിചയപ്പെട്ടതെന്ന് ചോദിക്കുകയാണ്. അവൻ്റെ ബന്ധുക്കൾക്ക് പോലും അതറിയില്ല. ആര്യോ ഒരു ദൂരെയുള്ള ഗ്രാമത്തിൽ സർവേ ജോലി ചെയ്യുന്നതിനിടയിലാണ് മീരയെ കണ്ടുമുട്ടിയതെന്നാണ് അവർ കരുതുന്നത്. വിവാഹം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോകുന്നു. മീരയും ആര്യോയും ആദ്യ രാത്രി ഒരുമിച്ച് സംസാരിക്കുകയാണ്. ഇരുവരും നല്ല സന്തോഷത്തിലുമാണ്. ആര്യോ തമാശയായി മീരയോട് പറയുന്നുണ്ട്, നിനക്ക് പാചകം അറിയില്ലല്ലോ, ഞാൻ നിന്നെ പഠിപ്പിക്കാം എന്നല്ല. അടുത്ത ദിവസം രാവിലെ ആര്യോ ജോലിക്ക് പോകുന്നതിന് മുമ്പ് മീരയ്ക്കായി ഒരു കത്ത് എഴുതി വെക്കുന്നു. ജോലി കഴിഞ്ഞ് പെട്ടെന്ന് തിരിച്ചു വരുമെന്നും കൂടാതെ മീരയ്ക്കുണ്ടാക്കാൻ ഒരു ഭക്ഷണത്തിൻ്റെ റെസിപ്പിയും എഴുതി വെക്കുന്നുണ്ട്. ആര്യയുടെ ജോലി വീട് തോറും സർവേ ചെയ്യുന്നതാണ്. അവൻ ഒരു വീട്ടിലെത്തുകയാണ്. അവിടെ ഒരു പ്രായമായ ദമ്പതികളാണ് താമസിക്കുന്നത്. അവരുടെ മകൻ ജക്കാർത്തയിലേക്ക് പോയതെന്നാണ് വൃദ്ധൻ പറയുന്നത്. ഭാര്യയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ നഷ്ടപ്പെടുകയും വീട് വിട്ട് അലഞ്ഞു നടക്കുകയും ചെയ്യുന്നുണ്ടെന്നും അയാൾ പറയുന്നു. പുതിയതായി വിവാഹിതനായിട്ടും ആര്യോ എന്തുകൊണ്ടാണ് വീണ്ടും ജോലിക്ക് വന്നതെന്ന് വൃദ്ധൻ ചോദിക്കുന്നു. മാസത്തിലെ ബോണസ് ലഭിക്കാൻ സർവേയുടെ ലക്ഷ്യം പൂർത്തിയാക്കേണ്ടതിനാൽ ജോലിയിൽ നിന്നും വിട്ടുനിൽക്കാൻ കഴിയില്ലെന്നാണ് ആര്യോ പറയുന്നത്. ആര്യോ അവരുടെ വിവരങ്ങൾ ചോദിച്ച് സർവേ ചെയ്യുന്നതിനിടയിൽ വിചിത്രമായ ഒരു കാര്യം കാണുന്നു. അവൻ്റെ മുന്നിലുണ്ടായിരുന്ന പ്രായമായ സ്ത്രീ അവർ പെട്ടെന്ന് അപ്രത്യക്ഷയാവുകയാണ്. ആര്യോയ്ക്ക് സംശയം തോന്നുന്നുണ്ടെങ്കിലും അതിന് അവൻ വലിയ പ്രാധാന്യം നൽകുന്നില്ല. അതേസമയം വീട്ടിൽ മീര ഒറ്റയ്ക്കാണ്. കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മുടി ചീകുമ്പോൾ അവളുടെ തോളിൽ ആരോ കൈവച്ചതുപോലെ തോന്നുകയാണ്. മീര പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്നു, പക്ഷേ ആരുമില്ല. അവൾ അത് അവഗണിക്കുന്നു. പിന്നീട് ആര്യോ എഴുതി വെച്ച റെസിപ്പി നോക്കി പാചകം ചെയ്യാനായിട്ട് തുടങ്ങുന്നു. പാചകം ചെയ്യുന്നതിനിടെ മീര വീടിന് പുറത്തൊരു മനുഷ്യനെ കാണുന്നു. അയാൾ ഇലക്ട്രിക് മീറ്റർ പരിശോധിക്കാൻ വന്നതാണെന്നാണ് പറയുന്നത്. മീര വീണ്ടും പാചകത്തിലേക്ക് പോകുന്നു. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ ശ്രദ്ധിക്കുന്നു, അതേ മനുഷ്യൻ വീണ്ടും വീടിന് പുറത്തു വരുന്നു. സംശയം തോന്നിയ മീര പുറത്തേക്ക് പോകുന്നു. അവനോട് കാര്യം ചോദിക്കുന്നു. പെട്ടെന്ന് അയാളുടെ രൂപം മാറാണ്. അയാളൊരു ഗോസ്റ്റായി മാറി അവളെ പേടിപ്പിക്കുന്നു. മീര പേടിച്ച് വീടിനകത്തേക്ക് ഓടിക്കയറി ഒളിക്കുകയാണ്. അതേസമയം ആര്യോ മറ്റൊരു വീട്ടിൽ സർവേ നടത്തുകയാണ്. ആ വീട്ടിലെ പഴയൊരു റേഡിയോ പെട്ടെന്ന് പ്രവർത്തിക്കാൻ തുടങ്ങുന്നുണ്ട്. വീടിനകത്ത് നിന്ന് ഒരു സ്ത്രീയുടെ ശബ്ദം കേൾക്കുകയാണ്. അവർ ആ റേഡിയോയിൽ തട്ടാനായിട്ട് പറയുന്നു. എന്നാൽ ആര്യോ ആ റേഡിയോയിൽ തട്ടുന്നതിന് മുമ്പ് തന്നെ ആ സ്ത്രീ റേഡിയോയിൽ വന്ന് തട്ടുന്നു. അവൾ തൻ്റെ പേര് ലാസ്മി എന്നാണ് പരിചയപ്പെടുത്തുന്നത്. ആദ്യം സാധാരണ രീതിയിലാണ് സംസാരിക്കുന്നത്. ലാസ്മി ആര്യോട് അടുത്തിടെ വിവാഹം കഴിച്ചോ എന്ന് ചോദിക്കുന്നു. ആര്യോ അതേ എന്ന് പറയുമ്പോൾ അവൾ പുഞ്ചിരിച്ച് ചോദിക്കുകയാണ്, ഞാനാണോ കൂടുതൽ സുന്ദരി അതോ നിന്റെ ഭാര്യയാണോ എന്ന്. ആര്യോ യാതൊരു മടിയുമില്ലാതെ തൻ്റെ ഭാര്യയാണ് കൂടുതൽ സുന്ദരി എന്ന് പറയുന്നു. അപ്പോൾ റേഡിയോ വീണ്ടും പ്രവർത്തിക്കുന്നു. ലാസ്മി അതേ ചോദ്യം ആവർത്തിക്കുന്നു. തുടർന്ന് അവൾ തൻ്റെ യഥാർത്ഥ ഭീകരരൂപം പുറത്തെടുക്കുകയാണ്. ഭയന്ന ആര്യോ അവിടെ നിന്നും ഓടിപ്പോകുന്നു. അവൻ തൻ്റെ സാധനങ്ങൾ പോലും എടുക്കാതെയാണ് അവിടെ നിന്നും ഓടുന്നത്. ഒരു ചെറിയ കടയ്ക്കുള്ളിൽ കയറി ഒളിക്കുകയാണ്. അവിടെ ആരുമില്ല. രാത്രി മുഴുവൻ അവിടെ ഒളിച്ചിരിക്കാമെന്ന് കരുതുന്നു. പക്ഷേ
അർദ്ധരാത്രി ആയതോടെ അവിടെ വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങുന്നു. തിളച്ചുകൊണ്ടിരുന്ന പാത്രത്തിലേക്ക് നോക്കുമ്പോൾ അതിനുള്ളിൽ നിന്ന് ഒരു പ്രേതം ഉയർന്നു വരികയാണ്. ആരോ വീണ്ടും പുറത്തേക്ക് ഓടുന്നു. അവൻ റോഡിലൂടെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ അവൻ മറ്റൊരു ഗോസ്റ്റിനെ കാണുന്നു. അത് ഒരു വധുവിനെ പോലെ വേഷം ധരിച്ചിരുന്നു. അവൾ ഒരു വിചിത്രമായ ഡാൻസ് ചെയ്തുകൊണ്ട് ആര്യയുടെ അടുത്തേക്ക് വരുന്നു. അപ്പോഴാണ് പിന്നിൽ നിന്ന് ഒരു കുതിരവണ്ടി വരുന്നത്. പക്ഷേ വണ്ടി ഓടിക്കുന്ന ആളുടെ തലയില്ല. അത് കണ്ട ആര്യ പൂർണ്ണമായും ഭയന്നു പോകുന്നു. ഇതേ സമയം വീട്ടിൽ മീരയുടെ ശരീരത്തിൽ വിചിത്രമായ മാറ്റങ്ങൾ തുടങ്ങുന്നു. അവളുടെ തോളിൻ്റെ അസ്ഥി വളയുന്നത് പോലെ തോന്നുന്നു. അവൾക്ക് മൂക്കിൽ നിന്നും രക്തം വരുന്നു. അവൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഇതേ സമയം ആ പ്രേതം ആര്യയുടെ അടുത്തേക്ക് വന്നിട്ട് ആരാണ് കൂടുതൽ സുന്ദരി എന്ന് ചോദിച്ചുകൊണ്ട് അവൻ്റെ കഴുത്തറുത്ത് അവനെ കൊന്നുകളയാണ്. തുടർന്ന് അവൾ ആ കുതിരവണ്ടിയിൽ കയറി ഇരുട്ടിലേക്ക് അപ്രത്യക്ഷയാകുകയാണ്. അടുത്ത ദിവസം ആര്യയുടെ സംസ്കാര ചടങ്ങിനായിട്ട് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒത്തുകൂടുന്നു. എന്നാൽ ദുഃഖത്തിന് പകരം അവർ മീരയെ ശപിക്കപ്പെട്ട സ്ത്രീ എന്നാണ് ആരോപിക്കുന്നത്. അവളെ വിവാഹം കഴിക്കുന്ന ഏത് പുരുഷനും മരിക്കുമെന്നാണ് അവർ പറയുന്നത്. ആര്യയുടെ ശരീരത്തിലേക്ക് നോക്കുമ്പോൾ മീര ഭയപ്പെടുത്തുന്ന എന്തോ ഒന്ന് കാണുന്നുണ്ട്. എന്നാൽ അതിനു മുമ്പ് തന്നെ ആര്യയുടെ അമ്മ അവളെ അവിടെ നിന്നും പുറത്താക്കുന്നു. തൻ്റെ മകൻ്റെ മരണത്തിന് കാരണം മീരയാണെന്നും അവൾ കുടുംബത്തിലേക്ക് ദുരന്തം മാത്രമാണ് കൊണ്ടുവരുന്നതെന്നും പറയുന്നു. അവർ മീരയെ വീട്ടിൽ നിന്നും പുറത്താക്കുകയാണ്. അതോടെ മീരയ്ക്ക് ഭർത്താവിനെയും ആ വീടും ഒരുമിച്ച് നഷ്ടപ്പെടുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മീര ഒരു വിഗ് നിർമ്മിക്കുന്ന ഫാക്ടറിയിൽ ജോലി നേടുന്നു. അവൾക്ക് പണം വേണം, താമസിക്കാൻ സ്ഥലവും വേണം. അതിനിടയിൽ ആ ഫാക്ടറിയിൽ ഒരു പുതിയ പെൺകുട്ടി ജോലിക്ക് വരുന്നു. മാനേജർ അവൾക്ക് ഫാക്ടറി കാണിച്ചു കൊടുക്കുകയാണ്. അവിടെ ഫാക്ടറി ഹെഡായ ആഗസിനെ പരിചയപ്പെടുത്തുന്നു. പിന്നെ മാനേജർ ഈ ഫാക്ടറിയിലെ മറ്റൊരു എംപ്ലോയിയായ സുനിയത്തെക്കുറിച്ചും മുന്നറിയിപ്പ് നൽകുന്നു. അവൻ്റെ സ്വഭാവം അത്രയ്ക്ക് നല്ലതല്ല, അവൻ്റെ പെരുമാറ്റം സ്ത്രീകളോട് ശരിയല്ലെന്നും പറയുകയാണ്. പുതിയ എംപ്ലോയി മീരയെ കാണുന്നു. പെട്ടെന്ന് അവൾ ഭയന്ന് നിലവിളിക്കുകയാണ്. അവൾ മീരയെ ബാഡ് ലക്ക് എന്ന് വിളിക്കുകയാണ്. മറ്റു തൊഴിലാളികളും ഒരേ സമയം നിലവിളിക്കുന്നു. ഫാക്ടറിയിൽ വലിയ പരിഭ്രാന്തി പടരുന്നു. എല്ലാവരും പുറത്തേക്ക് ഓടുന്നു. മീരയെ കുറ്റപ്പെടുത്താൻ ആളുകൾ തുടങ്ങുകയാണ്. ആളുകൾ മീരയെ ആക്രമിക്കാൻ പോകുമ്പോൾ ആഗസ് അവിടെ എത്തുന്നു. അവൻ മീരയെ തൻ്റെ കാറിൽ കയറ്റി അവിടെ നിന്നും രക്ഷിക്കുന്നു. പിന്നീട് അവളെ ബെന്ന എന്ന ആളുടെ റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ബെന്ന ആദ്യമായി മീരയെ കാണുന്നു. അവന് മീരയെ ഒരുപാട് ഇഷ്ടപ്പെടുകയാണ്. ആഗസ് മീരയ്ക്ക് കുറച്ച് ദിവസത്തെ ലീവ് നൽകുന്നു. അവളുടെ സാലറി കുറയ്ക്കില്ലെന്നും പറയുകയാണ്. പിന്നീട് ആഗസ് മീരയോട് വിവാഹ അഭ്യർത്ഥന നടത്തുന്നുണ്ട്. മീര ആദ്യം മറുപടി പറയാതെ വീട്ടിലേക്ക് മടങ്ങുന്നു. രാത്രിയിൽ മീര വീട്ടിൽ ഒറ്റയ്ക്കാണ്. ഒരു മനുഷ്യൻ അവൾക്കായി ഭക്ഷണം കൊണ്ടുവരുന്നുണ്ട്. പാക്കറ്റ് തുറന്നപ്പോൾ മീര ഞെട്ടിപ്പോവാണ്. അതിനകത്ത് ആര്യോ വിവാഹത്തിന് ശേഷം അവൾക്ക് ഒരു റെസിപ്പി എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫുഡായിരുന്നു അതിലുണ്ടായിരുന്നത്. അപ്പോഴാണ് അവൾക്ക് ആര്യയുടെ ഒരു ഭയാനക രൂപം കാണുന്നത്. പെട്ടെന്ന് അവൾ ഉറക്കത്തിൽ നിന്നും ഉണരുകയാണ്. അടുത്തതായി ഫാക്ടറിയിൽ നടന്ന സംഭവത്തെക്കുറിച്ച് മീര താമസിക്കുന്ന വീട്ടുടമയും അറിയുന്നു. അവളും മീരയെ ബാഡ് ലക്ക് എന്ന് കരുതുകയാണ്. അതിനാൽ മീരയെ വീട്ടിൽ നിന്നും പുറത്താക്കുന്നു. ഇപ്പോൾ മീരയ്ക്ക് താമസിക്കാനും സ്ഥലമില്ലാതെയായിരിക്കുകയാണ്. അവൾ ഫാക്ടറിയിൽ തന്നെ രാത്രി കഴിച്ചു കൂട്ടുന്നു. അടുത്ത ദിവസം ജീവനക്കാർ അവളെ അവിടെ നിന്നും പുറത്താക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ആഗസ് അവിടെ വീണ്ടും എത്തുന്നു. അവൻ മീരയുടെ കൂടെ നിൽക്കുകയാണ്. ഇതോടെ മീര ആഗസിൻ്റെ വിവാഹ അഭ്യർത്ഥന സ്വീകരിക്കുകയാണ്. ആഗസും മീരയും വിവാഹം കഴിക്കുന്നു. അടുത്തതായി മീരയുടെ വിവാഹം കഴിഞ്ഞ വിവരം ബെന്നെ അറിയുന്നു. അവന് ഒരുപാട് സങ്കടമാവുകയാണ്. ഇതേ സമയം കടയിൽ ഒരാൾ ബില്ലടയ്ക്കാനായിട്ട് വരുന്നു. അയാൾ ഈ നാട്ടുകാരനല്ലെന്ന് ബെന്ന മനസ്സിലാക്കുന്നു. തൻ്റെ ഭാര്യയുടെ സഹോദരിയുടെ വിവാഹത്തിനാണ് വന്നതെന്ന് അയാൾ പറയുന്നു. ആ സഹോദരി അടുത്തിടെ ബിഗ് ഫാക്ടറിയുടെ ഉടമയെ വിവാഹം കഴിച്ചെന്നും പറയുന്നു. സ്റ്റാർട്ടിംഗ് സീനിൽ കണ്ട മീരയുടെ സഹോദരി പൂതയാണ് ഇത്. മീരയ്ക്ക് ഒരു സഹോദരി ഉണ്ടെന്ന കാര്യം ആഗസിന് അറിയില്ലായിരുന്നു. വർഷങ്ങളായി താനും സഹോദരിയും അകന്നിരിക്കുകയാണെന്നും അവളെ ഇവിടെ കണ്ടപ്പോൾ താനും അത്ഭുതപ്പെട്ടെന്നും മീര പറയുന്നു. ആഗസ് അവളോട് വീണ്ടും പൂതിയുമായി അടുക്കണം എന്ന് പറയുകയാണ്. കാരണം പൂതിയുടെ ഭർത്താവ് ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. അവൻ ഫാക്ടറിക്ക് ലോൺ ലഭിക്കാൻ സഹായിക്കുമെന്നും ആഗസ് പറയുന്നു. ആഗസ് മീരയുടെ അടുത്തേക്ക് വരുമ്പോൾ മീരയ്ക്ക് വീണ്ടും ആര്യയുടെ ഭയാനകമായ രൂപം കാണുന്നു. അവള് ഭയന്നു പോവാണ്. മീര മറ്റൊരു പുരുഷനുമായി അടുക്കുമ്പോഴെല്ലാം ആര്യയുടെ ആത്മാവ് പ്രത്യക്ഷപ്പെടുകയാണ്. അടുത്ത ദിവസം മാർക്കറ്റിലേക്ക് പോയ മീരയ്ക്ക് ഒരു നല്ല മനസ്സുള്ള പച്ചക്കറി വിൽപ്പനക്കാരി പാചകം ചെയ്യാനായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. വിവാഹം എന്നത് പഴയ കാര്യങ്ങളെല്ലാം മറന്ന് ഒരു പുതിയ ജീവിതം നയിക്കുന്നതാണെന്ന് അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്.
പിന്നീട് അവൾ മീരയോട് ചോദിക്കുന്നു, നിനക്ക് അടുപ്പമുള്ള ആരെയെങ്കിലും നീ ഒരിക്കലെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ എന്ന്. ഈ ചോദ്യം മീരയെ തൻ്റെ അകന്നുപോയ സഹോദരിയെ കാണാനായിട്ട് പ്രേരിപ്പിക്കുന്നു. വീട്ടിലെത്തിയ മീര മാർക്കറ്റിലുള്ള സ്ത്രീയിൽ നിന്ന് പഠിച്ച ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഭക്ഷണം ഒരിക്കലും ശരിയായി വരുന്നില്ല. എങ്കിലും ആഗസ് അവളുടെ ഭക്ഷണത്തെ ഇപ്പോഴും പ്രശംസിക്കുന്നു. മീരയുടെ ആത്മവിശ്വാസം തകരാതിരിക്കാനാണ് അവൻ അങ്ങനെ ചെയ്യുന്നത്. അടുത്ത ദിവസം മീര തൻ്റെ സഹോദരി പൂത്തിയുടെ വീട്ടിലേക്ക് പോകുന്നു. മീര സഹോദരിയുടെ വീട്ടിലെത്തുന്നു. എന്നാൽ ശരിയായി സംസാരിക്കുന്നതിന് മുമ്പേ പൂത്തിയുടെ മകൾ സ്കൂളിൽ നിന്നും വീട്ടിലെത്തുന്നു. പൂത്തിയുടൻ മകളിലേക്ക് ശ്രദ്ധ തിരിക്കുന്നു. മീര വീണ്ടും ബന്ധം ശരിയാക്കാൻ ശ്രമിച്ചെങ്കിലും പൂത്തി അവളെ ഒഴിവാക്കുന്നു. ഒടുവിൽ മീര അവിടെ നിന്നും പോവാണ്. അടുത്ത സീനിൽ വീടിന് പുറത്തായി ഒരാളെ മീര കാണുന്നു. അയാൾ പറയുന്നത് ഇലക്ട്രിക് മീറ്റർ പരിശോധിക്കാൻ വന്നതാണെന്നാണ്. ഇത് കേട്ടതും മീര ഞെട്ടിപ്പോവാണ്. കാരണം തൻ്റെ ആദ്യ ഭർത്താവ് ആര്യയുടെ സമയത്തും ഇതേ രീതിയിൽ ഒരാൾ വന്നിരുന്നു. ഇത്തവണ മീര പുറത്തേക്ക് പോകുന്നില്ല. അകത്തുനിന്ന് അയാളെ നിരീക്ഷിക്കുന്നു. കുറച്ചു കഴിഞ്ഞ് അയാൾ പോയതോടെ മീരയ്ക്ക് ആശ്വാസമാവുകയാണ്. ആ രാത്രി ആഗസ്റ്റ് വീട്ടിലേക്ക് കാറിൽ വരുമ്പോൾ ഒരു കുതിരവണ്ടി അവൻ്റെ മുന്നിൽ വഴിമുടക്കുന്നു. പെട്ടെന്ന് കുതിരവണ്ടിയുടെ ഡ്രൈവറുടെ തല ശരീരത്തിൽ നിന്ന് വേർപെട്ട് താഴേക്ക് വീഴുന്നു. ഞെട്ടിയ ആഗസ്റ്റ് കാർ നിർത്തി പുറത്തേക്ക് ഇറങ്ങുന്നു. എന്നാൽ വീണ്ടും നോക്കുമ്പോഴേക്കും കുതിരവണ്ടി അപ്രത്യക്ഷമാകുന്നു. അതേസമയം ആഗസ്റ്റിനായി ഭക്ഷണം വാങ്ങാൻ മീര ബെന്നയുടെ കടയിലേക്ക് വരുന്നു. അവിടെ വെച്ച് മീരയുടെ മൂക്കിൽ നിന്നും രക്തം വരാൻ തുടങ്ങുകയാണ്. അവളുടെ തോള് വളയുന്നത് പോലെ വലിയ രീതിയിലുള്ള വേദനയും വരുന്നു. ആഗസിനെ കാണിക്കുമ്പോൾ ആഗസിൻ്റെ കാറിൻ്റെ ഒരു ടയർ പഞ്ചറാകുന്നു. ആഗസ് കാറിൻ്റെ ടയർ ശരിയാക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു ചെറിയ ഭാഗം കയ്യിൽ നിന്ന് താഴെ വീഴുന്നു. അത് കാറിനടിയിലേക്ക് പോകുന്നു. അതെടുക്കാൻ കുനിയുമ്പോൾ ഗോസ്റ്റ് അവൻ്റെ കൈ പിടിക്കുകയാണ്. അവള് അവൻ്റെ മുഖം കാറിൻ്റെ വശത്തേക്ക് വീണ്ടും വീണ്ടും ഇടിപ്പിക്കുന്നു. ഒടുവിൽ ആഗസ് മരിക്കുകയാണ്. ബെന്ന മീരയെ അടുത്തുള്ള ക്ലിനിക്കിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആഗസിൻ്റെ കാറ് വഴിയിൽ കാണുന്നു. അവരവിടേക്ക് ഓടിച്ചെന്നപ്പോൾ ആഗസിൻ്റെ മൃതദേഹം കാറിനടുത്ത് കിടക്കുന്നതാണ് കാണുന്നത്. മീര ആ നിമിഷം തകർന്നു പോവാണ്. ആഗസ് മരിച്ചതോടെ ഫാക്ടറിയുടെ കൺട്രോൾ സുനിയത്തെ ഏറ്റെടുക്കുന്നു. അവൻ ആദ്യം ചെയ്യുന്നത് മീരയെ ജോലിയിൽ നിന്നും പുറത്താക്കുകയാണ്. അവൾക്ക് ആഗസിൻ്റെ വീട്ടിലും താമസിക്കാൻ കഴിയില്ല. വീണ്ടും മീരയ്ക്ക് വീടും ജോലിയും നഷ്ടപ്പെടുകയാണ്. മീര ആര്യോ താമസിച്ചിരുന്ന ഗ്രാമത്തിലേക്ക് മടങ്ങുന്നു. ജോലി അന്വേഷിക്കുമ്പോൾ ഒരു മനുഷ്യൻ അവളോട് മറ്റൊരു സ്ഥലത്തേക്ക് തൊഴിലാളിയായി പോകാനായിട്ട് നിർദ്ദേശിക്കുന്നു. ചിലവ് താൻ വഹിക്കാമെന്നും പറയുന്നു. പക്ഷെ അതിന് പകരമായി അവനോടൊപ്പം ഒരു രാത്രി കഴിയണമെന്നാണ് ആവശ്യപ്പെടുന്നത്. പിന്നീട് സമീപ ഗ്രാമത്തിൽ ഇറച്ചി വാങ്ങുന്നതിനിടെ ബെന്ന മീരയെ ആര്യയുടെ അമ്മ ശകാരിക്കുന്നത് കാണുന്നു. ഉടനവൻ അവിടേക്ക് ഓടിയെത്തി അവളെ സംരക്ഷിക്കുന്നു. ആര്യയുടെ മരണത്തിന് മേരിയാണ് കാരണമെന്ന് അവൻ്റെ അമ്മ ആരോപിക്കുന്നു. ബെന്നയും മേരിയോടൊപ്പം നിന്നാൽ അവനും മരിക്കുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകുന്നു. എന്നാൽ ബെന്ന മേരിയോട് തനിക്ക് പേടിയില്ലെന്നും അവൾ തൻ്റെ കൂടെയുണ്ടെങ്കിൽ സുരക്ഷിതയാണെന്നും പറയുന്നു. അവൻ അവളെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അവൻ്റെ അമ്മയ്ക്കായി തയ്യാറാക്കിയിരുന്ന ഒരു റൂം നൽകുകയാണ്. എന്നാൽ അവൻ്റെ അമ്മ ഒരിക്കൽ പോലും ആ മുറിയിൽ താമസിച്ചിട്ടുണ്ടായിരുന്നില്ല. മീര ബെന്നയോട് അവളെ എന്തിനാണ് സഹായിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഓരോ പ്രവൃത്തിക്കും അതിൻ്റേതായ ഫലമുണ്ടെന്നാണ് ബെന്ന പറയുന്നത്. അടുത്ത ദിവസം മീര വീണ്ടും ആര്യയുടെയും ആഗസിൻ്റെയും പ്രേതങ്ങളെ കാണുന്നു. എന്നാൽ പിന്നീട് അതൊരു പേടി സ്വപ്നം മാത്രമായിരുന്നെന്ന് അവൾ മനസ്സിലാക്കുന്നു. മീര ബെന്നയോട് തൻ്റെ മരിച്ചുപോയ ഭർത്താക്കന്മാരുടെ പ്രേതങ്ങൾ തന്നെ വേട്ടയാടുന്നതായി പറയുന്നു. ബെന്നയുമായി ബന്ധത്തിലായാൽ അവനും മരിച്ചു പോകുമോ? അതുകൊണ്ട് അവൾ ബെന്നയിൽ നിന്ന് അകന്നു നിൽക്കാനായിട്ട് ശ്രമിക്കുന്നു. അടുത്ത ദിവസം ബ്രേക്ക്ഫാസ്റ്റ് സമയത്ത് ബെന്ന തൻ്റെ ജീവിതത്തെക്കുറിച്ച് മീരയോട് പറയാണ്. ചെറുപ്പത്തിൽ അമ്മയിൽ നിന്നാണ് അവൻ കുക്കിംഗ് പഠിച്ചത്. ഒരു ദിവസം നല്ല ഷെഫ് ആകണമെന്ന ആഗ്രഹത്തോടെ നഗരത്തിലേക്ക് പോയി റെസ്റ്റോറൻറ്റ് ബിസിനസ് തുടങ്ങി. പക്ഷെ പിന്നീട് അമ്മയ്ക്ക് അസുഖം വന്നു. അമ്മ മരിച്ചു. അതോടെ ബെന്നയുടെ ജീവിതവും ബിസിനസ്സും തകർന്നു. അവസാനം അമ്മ പഠിപ്പിച്ച റെസിപ്പീസ് ഉണ്ടാക്കിയിട്ട് ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് നടത്തുകയാണ്. ആ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അമ്മയോടൊപ്പമുള്ള നല്ല ഓർമ്മകൾ അവന് തിരികെ വരുന്നു. ബെന്ന മീരയോട് പറയുന്നു, കഴിഞ്ഞ കാലത്തെ വേദനയിൽ മാത്രം ജീവിക്കരുത്, നല്ല ഓർമ്മകൾ പിന്തുടർന്ന് മുന്നോട്ട് പോകണം. അതോടെ മീരയ്ക്ക് ബെന്നയോട് കൂടുതൽ അടുപ്പം തോന്നുകയാണ്. മീരയ്ക്ക് തൻ്റെ ജീവിതത്തിലെ രഹസ്യം കണ്ടെത്തണം. അതിനാൽ അവൾ വിവാഹ ദിവസം മേക്കപ്പ് ചെയ്ത വാർസോയെ കാണാൻ പോകുന്നു. അവൾ തൻ്റെ ജീവിതത്തിൽ നടന്ന എല്ലാ വിചിത്ര സംഭവങ്ങളും പറയുന്നു. അപ്പോൾ വാർസോ വലിയൊരു സത്യം വെളിപ്പെടുത്തുകയാണ്. വാർസോ പറയുന്നു, നിന്റെ സഹോദരി പൂത്തി തന്നെയാണ് ഇതിന് പിന്നിൽ. 2 വർഷം മുമ്പ്
പൂത്തി എന്നെ സമീപിച്ചിരുന്നുവെന്ന് വാർസോ പറയുന്നു. മീരയോടുള്ള വർഷങ്ങളായുള്ള ദേഷ്യവും പകയും കാരണം പൂത്തി തന്റെ സഹോദരിക്ക് ഒരിക്കലും സന്തോഷം ലഭിക്കരുതെന്ന് ആഗ്രഹിച്ചിരുന്നു. വാർസോ പൂത്തിയോട് ഒരു പേപ്പറിൽ മീരയുടെ പേരെഴുതാനായിട്ട് ആവശ്യപ്പെടുന്നു. മീര വിവാഹത്തിനായി മേക്കപ്പ് ചെയ്യാൻ തൻ്റെ അടുത്തേക്ക് വരുമെന്ന് അവൾക്ക് അറിയാമായിരുന്നു. പൂത്തി പോയതിനു ശേഷം വാർസോ ഒരു ഇരുണ്ട മന്ത്രവാദ ചടങ്ങ് നടത്തി. മീരയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഓരോ പുരുഷനും ദുരന്തത്തിൽ മരിക്കണമെന്നാണ് അവള് പ്രാർത്ഥിച്ചത്. ആ ചടങ്ങിലൂടെ മീരയുടെ ശരീരത്തിലേക്ക് ഒരു ദുഷ്ടശക്തി പ്രവേശിച്ചു. അതുകൊണ്ടാണ് വിവാഹ ചടങ്ങിനിടെ മുട്ട ചീഞ്ഞു പോയത്. അത് ശാപത്തിന്റെ ആദ്യത്തെ തുടക്കമായിരുന്നു. മീരയുമായി ഏതെങ്കിലും പുരുഷന്മാർ അടുപ്പം കാണിക്കുമ്പോൾ അവളുടെ ശരീരത്തിലുള്ള ഗോസ്റ്റ് അവരെ കൊല്ലും. മീരയുടെ ശരീരത്തിലെ ആ ഗോസ്റ്റായിരുന്നു അവളുടെ 2 ഭർത്താക്കന്മാരെയും കൊന്നുകളഞ്ഞത് എന്നവൾക്ക് മനസ്സിലാകുന്നു. സത്യമറിഞ്ഞ മീര പൂത്തിയുടെ അടുത്തേക്ക് പോകുന്നു. പക്ഷേ വഴിയിൽ സുനിയേറ്റോ അവളെ തട്ടിക്കൊണ്ടു പോവാണ്. അവളെ ലൈംഗികമായി ആക്രമിക്കുകയും ചെയ്യുന്നു. പിന്നീട് മീര വീട്ടിൽ തളർന്നിരിക്കുമ്പോൾ ആരോ തൻ്റെ പേര് വിളിക്കുന്നതായി അവൾ കേൾക്കുകയാണ്. നോക്കിയപ്പോൾ ആര്യോയുടെയും ആഗസിൻ്റെയും പ്രേതങ്ങൾ അവളുടെ മുന്നിൽ നിൽക്കുന്നതായിട്ട് കാണുന്നു. അതേസമയം തന്നെ സുനിയേറ്റോ വീട്ടിലെത്തുമ്പോൾ അവൻ്റെ ഭാര്യ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവളുടെ ശരീരം അസ്വാഭാവികമായി വളയുന്നു. ഭയന്ന സുനിയേറ്റോ വാതിലിനടുത്തേക്ക് ഓടുമ്പോൾ ഗോസ്റ്റ് അവിടേക്ക് വന്ന് അവൻ്റെ കഴുത്തിൽ പിടിച്ചുയർത്തുകയാണ്. തുടർന്ന് മുഖത്ത് വീണ്ടും വീണ്ടും വെട്ടുകയും മുറിയുടെ ഒരു വശത്തേക്ക് വലിച്ചെറിയുകയും ചെയ്യുന്നു. ഒടുവിൽ സുനിയേറ്റോ മരണപ്പെടുകയാണ്. സുനിയേറ്റോ മരിച്ചതിന് ശേഷം മീര ബോധം കെട്ട് വീഴുന്നു. ബെന്ന അവിടെ എത്തുന്നുണ്ട്. മീരയെ രക്ഷിച്ച് അവൻ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അടുത്ത ദിവസം ബെന്ന എഴുന്നേൽക്കുമ്പോൾ മീര അവിടെയില്ല. അവളൊരു കത്ത് മാത്രം എഴുതി വെച്ചിട്ടുണ്ട്. കത്തില് ബെന്നയ്ക്ക് നന്ദി പറയുന്നു. അവനോടൊപ്പം ചെലവഴിച്ച സമയം തൻ്റെ ജീവിതത്തിലെ ഏറ്റവും സമാധാനമുള്ള സമയമായിരുന്നു എന്നും എഴുതുന്നു. പക്ഷേ തനിക്ക് അവൻ്റെ ജീവിതം അപകടത്തിലാക്കാൻ കഴിയില്ലെന്നും പറയുന്നു. ബെന്ന മീരയെ കണ്ടെത്താനായിട്ട് തീരുമാനിക്കുന്നു. അവൻ ആദ്യം ഫാക്ടറിയിൽ പോകുന്നു. അവിടെ മീരയുടെ എംപ്ലോയി ഫയൽ പരിശോധിക്കുന്നു. അതിൽ നിന്ന് അവളുടെ പഴയ വീടിൻ്റെ അഡ്രസ്സ് കണ്ടെത്തുന്നു. അവൻ അവിടേക്ക് പോകുന്നു. അതേസമയം മീരയും തൻ്റെ പഴയ വീട്ടിലെത്തുന്നു. ഇത് സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ട അതേ വീടാണ്. അവിടെ എത്തിയപ്പോൾ അവൾക്ക് തൻ്റെ കുട്ടിക്കാലം ഓർമ്മ വരുന്നു. അവൾ പൂത്തിയോട് എത്ര മോശമായിട്ടാണ് പെരുമാറിയതെന്ന് അവൾ ഓർക്കുന്നു. മീരയ്ക്കിപ്പോൾ ശാപത്തെക്കുറിച്ച് എല്ലാം തന്നെ അറിയാം. അതിനാൽ പൂത്തിയോട് പ്രതികാരം ചെയ്യാനായിട്ട് അവൾ മനഃപൂർവ്വം പൂത്തിയുടെ ഭർത്താവുമായി ബന്ധത്തിലാകുന്നു. അത് അവൻ്റെ മരണത്തിലേക്ക് നയിക്കുമെന്ന് അവൾക്കറിയാം. ഇത് മീരയുടെ പ്രതികാരമാണ്. പൂത്തി തൻ്റെ ജീവിതം നശിപ്പിച്ചതിന് അവളുടെ ഭർത്താവിനെയും ശാപത്തിൻ്റെ ഇരയാക്കുകയാണ് മീര. പൂത്തിയുടെ ഭർത്താവ് വീട്ടിലേക്ക് തിരിച്ചെത്തുന്നു. അവനൊന്നും തന്നെ പറയാതെ കിടന്നുറങ്ങുകയാണ്. കുറച്ചു കഴിഞ്ഞ് മീര പൂത്തിയുടെ വീട്ടിലെത്തുന്നു. അവൾ പൂത്തിയോട് പറയുന്നു, നിന്റെ ഭർത്താവ് ഇനി ജീവിച്ചിരിക്കില്ല. പൂത്തി ഞെട്ടിപ്പോവാണ്. മീര ആദ്യം അവളോട് മാപ്പ് ചോദിക്കാനാണ് വന്നതെന്ന് പറയുന്നു. പക്ഷെ പൂത്തി മാപ്പ് നൽകിയില്ല. അവള് പഴയ കാര്യങ്ങൾ പുറത്തെടുക്കുന്നു. മീര കുട്ടിക്കാലത്ത് തന്നെ എങ്ങനെയാണ് ഉപദ്രവിച്ചതെന്ന് പറയുന്നു. മീര കാരണം തനിക്ക് മാനസികമായും ശാരീരികമായും ഒരുപാട് വേദനകൾ അനുഭവിക്കേണ്ടി വന്നെന്ന് പറയുന്നു. ഇരുവരും തമ്മിൽ വലിയ വഴക്ക് തുടങ്ങുന്നു. പൂത്തി മീരയെ ആക്രമിക്കുകയാണ്. മീരയും തിരിച്ചടിക്കുന്നു. ഇത് വെറും ഒരു ഫിസിക്കൽ ഫൈറ്റ് അല്ല. വർഷങ്ങളായി ഇരുവരുടെയും മനസ്സിൽ കിടന്നിരുന്ന ദേഷ്യത്തിൻ്റെ പൊട്ടിത്തെറിയാണ്. പൂത്തി ഗ്ലാസ് കഷ്ണം ഉപയോഗിച്ച് മീരയെ ആക്രമിക്കുന്നു. മീരയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നുണ്ട്. അവസാനം മീര പൂത്തിയെ ശക്തമായി തള്ളുന്നു. പൂത്തി പിന്നിലെ ഗ്ലാസ് മേശയിലേക്ക് വീഴുന്നു. മേശ പൊട്ടുകയാണ്. ഒരു വലിയ ഗ്ലാസ് കഷ്ണം പൂത്തിയുടെ കഴുത്തിലും കുത്തിക്കയറുന്നു. ഈ ശാപം എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് മീര പൂത്തിയോട് ചോദിക്കുന്നു. പൂത്തി പറയുന്നത് ശാപമേൽപ്പിച്ച ആൾക്ക് മാത്രമേ അത് നീക്കം ചെയ്യാൻ കഴിയൂ എന്നാണ്. എന്നാൽ അപ്പോഴാണ് ഞെട്ടിക്കുന്ന സത്യം വെളിപ്പെടുത്തുന്നത്. പൂത്തി ഇതിനകം തന്നെ ശാപമേൽപ്പിച്ച വാർസോയെ കൊന്നിരുന്നു. അതുകൊണ്ട് ശാപം അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒരേയൊരു വ്യക്തിയും ഇപ്പോൾ മരിച്ചിരിക്കുന്നു. അതോടെ ശാപം മാറ്റാൻ കഴിയുന്ന ഒരാളും ജീവനോടെയില്ല. മീരയ്ക്ക് ഇനി രക്ഷയില്ല. ഇനി ഈ ശാപം ഒരിക്കലും അവസാനിക്കില്ല. മീര തന്റെ ജീവിതം അവസാനിപ്പിക്കാനായി തീരുമാനിച്ച് വീട്ടിലേക്ക് മടങ്ങുന്നു. എന്നാൽ അവിടെ ബെന്ന അവളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. മീരയുടെ ഭൂതകാലവും ശാപവും എല്ലാം അറിഞ്ഞിട്ടും ബെന്ന അവളെ ഉപേക്ഷിക്കുന്നില്ല. അവൻ അവളെ സ്നേഹിക്കുന്നു. അങ്ങനെ ഇരുവരും ഒരുമിച്ച് ഒരു പുതിയ ജീവിതം ആരംഭിക്കുകയാണ്. കുറച്ചു കാലം അവർ സന്തോഷത്തോടെ ജീവിക്കുന്നു. ശാപം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഒടുവിൽ ബെന്നയും അതിനിരയാകുന്നു. അദൃശ്യമായ ഒരു ശക്തി ബെന്നയെ മണലിനടിയിലേക്ക് വലിച്ചിഴയ്ക്കുന്നു.
ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അവൻ പൂർണ്ണമായും അപ്രത്യക്ഷനാകുന്നു. അവൻ്റെ രക്തം മണലിൽ ചുവന്ന പാടായി പടരുന്നു. ബെന്നയും ആ ശാപത്തിൻ്റെ ഇരയായെന്ന് മനസ്സിലാക്കിയ മീര തകർന്നു പോകുന്നു. ഈ സീനോട് കൂടിയാണ് ഈ മൂവി ഇവിടെ അവസാനിക്കുന്നത്. ഈ മൂവിയുടെ എൻഡിങ് വളരെ ട്രാജിക്കാണ്. മീരയെ ആളുകൾ ബാഡ് ലക്ക് വുമൺ എന്ന് വിളിച്ചു. പക്ഷേ അവളെ യഥാർത്ഥത്തിൽ ആരെയും നശിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. അവളുടെ മേൽ പൂതി ചെയ്ത ഡാർക്ക് റിച്വലാണ് അവളുടെ ജീവിതം നശിപ്പിച്ചത്. പൂതിയുടെ പ്രതികാരം, മീരയുടെ കുട്ടിക്കാലത്തെ തെറ്റുകൾ, വാർസോയുടെ ഡാർക്ക് മാജിക്, ഇതെല്ലാം ചേർന്നാണ് മീരയുടെ ജീവിതം ദുരന്തമായി മാറിയത്. അവസാനം മീര ഏറ്റവും സ്നേഹിച്ച ബെന്നയെയും നഷ്ടപ്പെടുന്നു. ഈ മൂവിയുടെ ഏറ്റവും വലിയ ഹൊറർ എന്താണെന്ന് പറഞ്ഞാൽ അത് ആ ദുഷ്ടശക്തി ഒന്നുമല്ല, ജീവിതകാലം മുഴുവൻ സന്തോഷിക്കാൻ കഴിയാതെ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വന്ന മീരയുടെ വിധിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായി എന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അടുത്ത നല്ലൊരു മൂവിയായിട്ട് പിന്നീട് കാണാം.